ഞാനിത് മറുപടി പറയണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഫേസ്ബുക്കിൽ കുറെ അവന്മാർ വന്നിട്ട് നാളെ തള്ളയും കൊണ്ടുപോയി വിൽക്കും എന്ന് പറയുന്നവന്മാർ, ഈ തന്തയില്ലാത്തവന്മാർക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. അയ്യോ ഉമ്മ അപ്പാനി ശരത്ത് പോയോ അമ്മ? ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് അപ്പാനി ശരത്ത് പോവുമെന്ന്. അയ്യോ എല്ലാരും പോയാലും ശരി തന്നെ. അനീഷിനെ എന്തെല്ലാം കടന്ന് പറയുന്ന എല്ലാരും പോയാലും ശരി തന്നെ. അനീഷ് ആ വീട്ടിൽ കാണും, ആ വീട് അനീഷിന്. അമ്മ അനീഷിനെ ഇത്ര നിങ്ങൾ ഇഷ്ടപ്പെടാൻ അനീഷ് എന്തോ ചെയ്യുന്നു അതിന്റെ അകത്ത്? അനീഷ് പാവം, അനീഷ് അനാവശ്യമായി ഒരു വർത്താനവും പറയത്തില്ല. അപ്പോൾ നമ്മുടെ ബീബി ഉമ്മയും മകനും തീർച്ചയായിട്ടും എല്ലാവർക്കും, എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുപരിചിതമായ ഒരു മുഖമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ അനീഷ് ഏട്ടന്റെ കട്ട ആരാധികയാണ് നമ്മുടെ ബീബി ഉമ്മ. ബീബി ഉമ്മ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു അനീഷ് ഏട്ടനെ പറ്റി. അതിലൊന്ന് വൈറലാവുകയും ചെയ്തു. ഏകദേശം 50 ലക്ഷത്തോളം ആൾക്കാരെത്താൻ കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് വൈറലായതിനു ശേഷമാണ് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ ബീബി ഉമ്മയും മകനെയും എല്ലാം ബിഗ് ബോസിലേക്ക് ക്ഷണിക്കുന്നതും അതുപോലെ തന്നെ ആദരിക്കുന്നതും സ്നേഹം പങ്കിടുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ സർജു എന്ന് പറയുന്നത് നമ്മുടെ ബീബി ഉമ്മയുടെ മകനാണ്. അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ നൗഫലും ചേർന്നാണ് അതിന്റെ മുന്നേ റീൽസുകളും വീഡിയോകളും എല്ലാം എടുത്തിരുന്നത്. എന്നാൽ അവർ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. അവർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന് കാരണം ബിഗ് ബോസിൽ പോയപ്പോൾ അദ്ദേഹത്തെ വിളിക്കാത്തതും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളാണ് എന്നാണ് സ്വതവേ വിലയിരുത്തപ്പെടുന്നത്. എന്താണ് അവർ തമ്മിൽ ഉണ്ടായത്, എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നേ ആരാണ് ഈ നൗഫൽ എന്നറിയാത്തവർക്കായി അവർ തമ്മിലുള്ള ചെറിയ ഒരു വീഡിയോന്റെ ചെറിയൊരു ഭാഗം. എത്ര നേരം കൊണ്ട് നിങ്ങൾ കാത്തിരിക്കുമെന്ന് അറിയാമോ? നീ എവിടെ പോയി എന്നെയും കാത്തിരുന്നു? ഇവിടെ കാന്താര സിനിമ ഇറങ്ങിയ അറിഞ്ഞില്ലയോടെ? ഓ അതായിരുന്നു നിന്റെ ബഹളം കേട്ടപ്പോ പേടിച്ചു പോയല്ലോ മനുഷ്യൻ. സൂപ്പർ ഹിറ്റ് പടം. നിങ്ങൾ എന്തോ പറയുന്നത്? ടിക്കറ്റ് പോലും കിട്ടാനില്ല. ഞാൻ എന്നിട്ടും കഷ്ടപ്പെട്ട് 2 ടിക്കറ്റ് ഒപ്പിച്ച് നമുക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ വേണ്ടിട്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു ഉമ്മാക്ക് ബിഗ് ബോസ് കാണാനുള്ള. അതിന് ഉമ്മ കാണട്ടെ, നിങ്ങൾ വാ. നീ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. ബിഗ് ബോസ് തീരുന്നവരെ ഞാൻ സെക്കൻഡ് ഷോ കാണാൻ വരും. അയ്യേ, കാന്താര കാണാതെ ബിഗ് ബോസ് കാണാൻ വേണ്ടി വീട്ടിലിരിക്കുന്ന എടാ നിനക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇന്ന് ഒനിയിലും പോവോ മിസൈല് പോവോ ഉമ്മാടെ വിഷമം ഞാൻ ഇങ്ങനെ പിടിച്ചടക്കുമെന്ന് അറിയാം. ഒലയണലും മിസൈലും ഇതൊക്കെ ആരാ? എന്തു അതിനകത്ത് നടക്കുന്ന സത്യം പറഞ്ഞ? ഭയങ്കര സംഭവങ്ങളല്ലടാ അതിന്റെ അകത്ത് നടക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇന്ന് കാന്താരാണ്, നാളെ ബിഗ് ബോസ് ആണ്. ഇതാണ് നിന്റെ കുഴപ്പം. എടാ അന്നന്ന് കാണണം, എന്നാലേ സംഭവങ്ങൾ അറിയാക്കൂ. ഡെയിലി 10-30 ദിവസം കൂടെ ഉള്ളു ഈ സാമാനം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരണമല്ലേ? ഞങ്ങൾ ഇവിടെ തന്നെ കാണും കേട്ടാ. നീ ഇനി എന്തോ പറഞ്ഞാലും ഞാൻ വരുന്നില്ല, വരുത്തില്ല. 10-30 ദിവസം കഴിഞ്ഞ് നീ ഉണ്ടേലും ഇല്ലേലും മിസൈല് പോകുമെന്നുള്ള ടെൻഷനിലാണ് ഞാൻ. ഇതെന്താന്ന് നിനക്കറിയാവോ? UK ചേച്ചി അയച്ചെന്ന് സാരി ഉമ്മാ കൊടുക്കാൻ സൈഡ് അടുപ്പിക്കാൻ കൊണ്ടുപോയതാ. അവർ ഈ സാരി കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രേക്ഷകർ എന്റെ അടുത്താ ചോദിക്കുന്ന വീഡിയോ എവിടെയെന്ന്. ഞാൻ നിന്റെ കാതാര കാണാൻ പോയ ഇത് ആരെടുത്തിട്ട് 11 മണിയാകുമ്പോ വീഡിയോ പറഞ്ഞല്ലേ പ്രശ്നമാണ്. നമ്മൾ വിചാരിച്ചിട്ടൊന്നും നിൽക്കൂല. അപ്പോൾ ഈ റീൽസ് നിങ്ങൾ കണ്ടു കാണും. ഇതിൽ തന്നെ സഹനടനായിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പം അഭിനയിച്ച ആളാണ് ഈ നൗഫൽ എന്ന് പറയുന്നത്. ഇദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഒരുപാട് വീഡിയോ നമ്മുടെ ബീബി ഉമ്മയുടെ മകനായ സർജു ഇതുവരെ ചെയ്തിരുന്നത്. എന്നാൽ ഇവർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് വകവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സർജുവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഓട്ടോയിൽ നിന്ന് സർജുവിന്റെ പേര് വെട്ടിമാറ്റിയ ശേഷം ആഘോഷപരമായിട്ട് കേക്ക് മുറിച്ച് ആ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം അതിന്റെ താഴെ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞാൽ സർജുവിനെയും ഉമ്മായെയും കുറിച്ച് വളരെ മോശകരമായ രീതിയിലുള്ള, വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമന്റുകൾ വരെ വരികയാണ്. അപ്പോഴാണ് ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോഴാണ് സർജു തീരെ നന്ദിയില്ലാത്തവനാണ് എന്നും അതുപോലെ തന്നെ തിന്ന ചോറിന് നന്ദി കാണിക്കണമെന്ന രീതിയിലൊക്കെ കമന്റ് വന്ന സമയത്താണ് സർജു ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായത്. ഏതായാലും അദ്ദേഹം നിർബന്ധിതമായിട്ട് അതിന് മറുപടി പറയുകയാണ്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? നമുക്ക് തീർച്ചയായിട്ടും അതൊന്ന് കേൾക്കാം. ഹായ്, സർജു ആണ്. ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നേ. ഒരുപാട് പേര് ചോദിക്കുന്നു നൗഫലിനെ ഒഴിവാക്കിയോ, എന്താണ് പ്രശ്നം, ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് പറയാവോ? ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടായിരുന്നു, എൻ്റെ പേര് ആട്ടോടെ പുറകിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ട് കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ ഒക്കെ. എന്താണ് ഇതിന്റെ പ്രശ്നമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് വന്നതിന് ശേഷം അവൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല, എൻ്റെ അടുത്തേ വന്നിട്ടില്ല. എങ്കിൽ പോകുന്ന വിവരം എല്ലാം പുള്ളിക്കറിയാം. പോകുന്ന സംഭവം ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ തലേന്നും അവൻ നാട്ടിൽ തന്നെ ഉണ്ട്. എന്നിട്ട് എൻ്റെ അടുത്തൊന്നും വന്ന് എപ്പോഴാണ് പോകുന്നതെന്നൊന്നും ചോദിച്ചില്ല. ഞാൻ മുടി വെട്ടാൻ പോയെടുത്ത് പോയിരുന്ന വീഡിയോ ഇട്ട്, ഡ്രസ്സ് എടുക്കാൻ പോകുന്നിടത്ത് പോയിരുന്ന വീഡിയോ ഇട്ട്, ഇതൊന്നും കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവന് എന്തെങ്കിലും ഉമ്മ മുഖേന എനിക്ക് അത് കിട്ടിയത്. ഉമ്മയാണ് റിവ്യൂ ചെയ്തിട്ട് 44,000 ഫോളോവേഴ്സ് കിടന്ന് നമ്മളിപ്പോൾ 1,13,000 ഫോളോവേഴ്സായി. അപ്പോൾ ഉമ്മയെ ഇഷ്ടപ്പെട്ട് ഉമ്മയുടെ വീഡിയോ കണ്ട് വന്നവരാണ് ഏറ്റവും കൂടുതൽ. അപ്പം ഈ ഉമ്മ അതിൽ കുറച്ച് ഇതായെന്ന് വെച്ചിട്ട് അതിലെന്താണ് ഇവൻ ഇത്ര ഈഗോ തോന്നാനുള്ള പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം വരാത്ത ഉമ്മ, അത് ഞാൻ ഇത് ക്ലിയർ ആയിട്ട് പറയാൻ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ 90 വീഡിയോകൾ ഉമ്മയുടെ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ അപ്പോൾ ഒരു കമൻറ്റെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നവനാണ് ഞാൻ. ടിക്ടോക്ക് കാലഘട്ടം തൊട്ട് അവിടെ തൊട്ടേ മ്യൂസിക്കലി അതും ഇതും എല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇവൻ ഗൾഫിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവനെയും കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് റീച്ച് ആവാൻ തുടങ്ങിയത്. അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത്, ഇവനൊരു ചാൻസ് കിട്ടും, അപ്പം ഇവൻ മുഖേന എനിക്ക് കയറാം എന്ന് വിചാരിച്ച്. പിന്നെ കൊറോണയും കാര്യങ്ങളും വന്ന് ടിക്ടോക്ക് നിരോധിച്ച് നാട്ടിൽ വന്ന് 3-4 വർഷം ഇവൻ ഗൾഫിൽ പോയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ആരുമായിട്ടും ചെയ്തില്ല. എൻ്റെ ഇത് പെറ്റതള്ളയാണ്. ഇവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്, എപ്പോൾ വേണേലും ചെയ്യും. ഞാൻ ഈ ഉമ്മയുടെ വീഡിയോ ചെയ്ത് തന്നെ അവൻ ടൂറ് പോയ സമയത്ത് എനിക്ക് വീഡിയോ ഇടാൻ ഒരു ഓപ്ഷൻ ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ ഉമ്മയുടെ വീഡിയോ വെറുതെ എടുത്തിട്ടത്.
അപ്പോൾ അവരുടെ പ്രായമുള്ള ഒരുപാട് പേർക്ക് അവരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ കടയിൽ നിന്ന് ഈ സമയമാണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ച കാര്യം അവന് ഭയങ്കര നാണക്കേടാണ്. കാര്യം എനിക്കും ഇത് നാണക്കേടാണ്, ഞാൻ തന്നെ കൂടെ കൊണ്ട് നടന്നിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവൻ കേക്കൊക്കെ മുറിച്ച് ഇത്ര ആഘോഷിച്ച സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ. ഫേസ്ബുക്കിൽ വന്നിട്ട് ഓരോരുത്തന്മാർ ഞാൻ നന്ദിയില്ലാത്തവൻ വന്ന വഴി മറന്ന് അത് ഇത് എന്നൊക്കെ പറയുന്നത്. ഞാനൊരു ഫോൺ മേടിച്ച് മൈക്ക് മേടിച്ച് ഞാനാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും എല്ലാം. ഞാൻ ഒരു വീഡിയോയിൽ അവനെ മോശക്കാരനാക്കി കാണിച്ചിട്ടില്ല. എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണക്കാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ നൗഫലിനെ? എന്താണ് ഞാനല്ലേ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പം ഈഗോ തോന്നുന്ന ഒരുത്തനാണ് ഞാനെന്നുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ നൗഫൽ സൂപ്പർ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഈഗോ തോന്നണ്ടേ? അപ്പോൾ ഉമ്മ ഇങ്ങനെ അവിടെ പോയിട്ട് വന്നതിന് ഇവൻ എന്തിന് ഈഗോ തോന്നണം? ഉമ്മയുടെ ഒരു വീഡിയോ ഹിറ്റായി, കുറേ പേര് 50 ലക്ഷം പേര് കണ്ട്, അല്ലെ ഇപ്പം ഏഷ്യാനെറ്റിൽ പോയി ലാലേട്ടനെ വിളിച്ച്. അപ്പോൾ ഉമ്മയാണ് അവിടെ വിളിച്ചത്. ഇവർക്ക് പ്രായം ഇത്ര ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒറ്റയ്ക്ക് പോകാത്തതുകൊണ്ട് ഇവരെയും കൊണ്ടാണ് ഞാൻ പോയത്. അംഗീകരിക്കണ്ട, കുറ്റം പറയാതിരിക്കുക. ഇവർക്ക് കാര്യം ഞാൻ റിയാക്ട് ചെയ്യാനാവും കാത്തിരിക്കുന്നത്. കാര്യം എന്തായാലും ചെയ്യാൻ വീഡിയോ വേണ്ടേ? അപ്പോൾ ഇതിന് അപ്പോൾ സർജു വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഒരിടത്തും ഒരു വീഡിയോയിൽ പോയും ഞാൻ നൗഫലിനെ മോശക്കാരനാക്കി ചിത്രീകരിക്കുകയോ അങ്ങനെ പറയുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ നന്മയാണ് ഞാനും ഉദ്ദേശിച്ചത് എന്നും, എന്നാൽ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു എന്നും, ഒരുപാട് വീഡിയോ, മുടിവെട്ടുന്ന വീഡിയോ, ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ എല്ലാം ഞാൻ പങ്കുവച്ചിരുന്നു. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് പോലും അദ്ദേഹം വന്ന് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ബിഗ് ബോസ് ക്ഷണം കിട്ടി പോകുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു കാര്യം നേരിട്ട് പറയാത്തത് കൊണ്ട്, അതിന് ശേഷം അതാണ് കൂട്ടുകാരൊക്കെ പറയുന്ന സമയത്ത് അറിയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു വിഷമം കൊണ്ട് മാത്രമായിരിക്കാം അദ്ദേഹവുമായിട്ട് പിരിയാനുണ്ടായ ഒരു കാരണമെന്ന് ഞാൻ മനസ്സിലാക്കണം. അതിനുശേഷം ഇവരുടെ ബന്ധങ്ങൾ അകന്നു പോവുകയായിരുന്നു എന്നുള്ളതാണ്. സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ നിന്നൊരു നമുക്ക് ഒരു അക്രമി വന്ന് ആക്രമണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെറുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ അറിയുന്ന സുഹൃത്തുക്കൾ പിന്നിൽ നിന്ന് കുത്തിയാൽ നമുക്കത് വളരെ വലിയ ഒരു വേദനയായിട്ട് മാറാനാണ് സാധ്യത. അതുപോലെ തന്നെയാണ് സർജുവിനും ഉമ്മാക്കും. ഇവരുടെ കുടുംബക്കാരൻ തന്നെയാണ് ഈ നൗഫൽ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ള ഇളാമ ബന്ധമാണ് ഇവർ തമ്മിൽ. തീർച്ചയായിട്ടും അത്രയും അറിയുന്ന ആൾക്കാർ തമ്മിൽ ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് കൂട്ടർക്കും അങ്ങോട്ട് യോജിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. ഏതായാലും എന്താണ് അവർ തമ്മിലുണ്ടായ പ്രശ്നമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ കേട്ട് കാണും. പക്ഷേ സർജു പറയുന്നുണ്ട്, ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാം വന്നിട്ട് ഉമ്മയെ പോലും വിൽക്കാൻ നീ തയ്യാറാവുമെന്ന രീതിയിലുള്ള മെസ്സേജൊക്കെ വരുന്നവർക്കുള്ള ഒരു മറുപടി കൂടി സർജു പറയുന്നുണ്ട്. നമുക്കൊന്നുകൂടി കേൾക്കാം. ഞാനിത് മറുപടി പറയണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫേസ്ബുക്കിൽ കുറേ അവന്മാർ വന്നിട്ട് നാളെ തള്ളയും കൊണ്ടുപോയി വിൽക്കും എന്ന് പറയുന്നവന്മാർ, ഈ തന്തയില്ലാത്തവന്മാർക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഒന്നാമത്തെ സൂപ്പർമാൻ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഐഡിയയിൽ അവൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവിടെ നാട്ടിലുള്ള ഒരു പിള്ളേരുടെ അക്കൗണ്ടാണ്. അപ്പോൾ അത് അവന്മാർ വീഡിയോ ചെയ്യുന്നുണ്ട്. അവൻ വീഡിയോയിൽ എന്താ പറയുന്നത്, ഒരു മാസമായിട്ട് ഈ ദുഃഖം സഹിച്ച് വിഷമിച്ചെന്ന് പറയും. ഇപ്പോൾ ഉള്ള കൂട്ടുകാരെല്ലാം ഇപ്പം കിട്ടിയ കൂട്ടുകാരാണ്. ഞാനേ ഉള്ളായിരുന്നു പണ്ടവന്. അപ്പോഴത്തേക്ക് എന്നെ ഇത്രയും മോശക്കാരനായിട്ട് ആളുകളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ ഇത് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ പറയാതിരുന്നതാണ്. അപ്പോൾ കുറേ പേര് ഈ ഫേസ്ബുക്കിൽ വന്നിട്ട്, സർജുക്ക നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ പറ, എന്താണ്? എൻ്റെ ഭാഗമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അവൻ്റെ ഭാഗം അവൻ പറഞ്ഞ് കേക്ക് മുറിച്ച് ആഘോഷിച്ച്, എൻ്റെ ഭാഗം ഞാൻ ഇതിലും പറഞ്ഞു, തീർന്നതോടുകൂടി. തീർച്ചയായിട്ടും അത്തരക്കാർക്ക് ഈ രീതിയിൽ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. കാരണം ചില ആൾക്കാർ അത്രയ്ക്ക് മോശകരമായ രീതിയിൽ കമന്റ് എഴുതി അയക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കുള്ള മറുപടിയാണ് സർജു ഇപ്പോൾ പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് ഇത്തരത്തിലുള്ള മറുപടി അവർ അർഹിക്കുന്നുണ്ട്. ഉമ്മയെ വിറ്റുപോലും നീ ക്യാഷ് ഉണ്ടാക്കും എന്ന രീതിയിലൊക്കെ മെസ്സേജുകൾ അയക്കുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ പറയുകയും വേണം. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ക്ലാഷുകൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബക്കാരാണ്, നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് തീർക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങൾ കണ്ടന്റാക്കി എടുത്തുകൊണ്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നന്നാവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റാത്തൊരവസ്ഥ വരും. കാരണം ഈ വീഡിയോകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങൾ എടുത്തു വെച്ച് ചില ആൾക്കാർ ട്രോളുകയും അതുപോലെ തന്നെ ഇതുപോലെ റിയാക്ട് ചെയ്യുകയും ചെയ്യും. ചില ആൾക്കാർ നല്ലവണ്ണം ചെയ്യും, ചില ആൾക്കാർ അത് മോശമായിട്ടും ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് മോശകരമായ രീതിയിൽ ബാധിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പഴയതുപോലെ ഫ്രണ്ട്സുകളായി വീണ്ടും നല്ല നല്ല വീഡിയോകൾ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് സസ്നേഹം നമ്മുടെ സർജുവിനെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഇതൊന്നുമല്ല, സർജു പറയുന്നതെല്ലാം കള്ളത്തരമാണ് എന്നും സർജു എന്നെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് എന്നും, ഞാൻ വലിഞ്ഞേറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹം എന്നെ ഇറക്കി വിട്ടു എന്ന രീതിയിലൊക്കെയാണ് ഈ നൗഫൽ എന്ന് പറയുന്ന കഥാപാത്രം ഇനി മറുപടിയായിട്ട് പറയുന്നത്. നമുക്കതുകൂടി കേൾക്കാം. പിന്നെ മെയിനായിട്ട് ഞാനാണെങ്കിൽ ഇവരോട്ട് തെറ്റാൻ കാരണം വേറൊന്നുമല്ല. ഒരു ദിവസം എനിക്കൊരു പ്രശ്നം വരുമ്പോഴത്തേനും എൻ്റെ കൂടെ നിൽക്കുന്നതാണ് ചേട്ടനായാലും മൂത്തമ്മയായാലും കൂട്ടുകാരായാലും ആരായാലും ഓക്കെ. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ആദ്യം അവരുടെ കടയിലാണ് അവർ തിരക്കി ചെന്നത്. അവരുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗഫലിനെ തിരക്കി ഇങ്ങോട്ട് ആരും വരണ്ട, നൗഫലും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് സർജുവിൻ്റെ ഉമ്മ. ഇപ്പൊ വൈറലായിട്ട് നിൽക്കുന്ന ആളെ നിങ്ങൾക്കറിയാമല്ലോ, പുള്ളിക്കാരി പറഞ്ഞത്.
പുള്ളിക്കാരി ഇതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സർജുവിനെ വിളിച്ചു. എന്തുവാടെ സർജുക്ക് അവരിങ്ങനെ പറഞ്ഞത്? അപ്പോഴും പറഞ്ഞത് അങ്ങനെ പറയാൻ പറ്റും, ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഞാൻ ഒരു വട്ടം വീട്ടിൽ ചെന്നു. ഒരു 5 മണിയായപ്പോഴത്തേക്കാണ് സാധാരണ ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് ഞാൻ ചെന്നപ്പോഴും സർജു ദേഷ്യപ്പെട്ടിട്ട്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരുന്നത്? ഇങ്ങനെ തന്നെയാണ് ചോദിച്ചത്. സർജു ചോദിച്ചത് അതേപോലെയാണ് ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത്. ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ തള്ളിക്കൊണ്ട് വരുന്നത്? നിങ്ങൾ എന്തോ ഇച്ചിരി ഇതായപ്പോഴത്തേനാണെങ്കിൽ നിനക്ക് അസൂയം കുശുമ്പോ അല്ലയോ, അങ്ങനെ എങ്ങനെ ഇപ്പൊ നേരത്തെ വരെ അറിയാമല്ലോ, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ് എന്നെ ഷൗട്ട് ചെയ്തു. ഞാനപ്പോ സർജുവിനോട് എടുത്ത വാക്ക് ചോദിച്ചു, ഞാനിപ്പോ തിരിച്ചു പോകണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാനപ്പോ സർജുവിനോട് ചോദിച്ചു, ഞാനിപ്പോ തിരിച്ചു പോകണമെങ്കിൽ ഞാനിപ്പോ തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. അപ്പൊ സർജു പറഞ്ഞു ഇന്ന് പോകണ്ട, നിന്നോളാൻ പറഞ്ഞു. വലിഞ്ഞേറി ചെന്ന ഞാനാണെ പിന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞു വിളിക്കാം, ഇനി വിളിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി സന്തോഷം, ഞാനായി വിളിച്ചിട്ടേ വരുന്നേ ഉള്ളൂ. അപ്പോൾ നൗഫൽ പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് 100% നമുക്ക് വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ ഈ വീഡിയോ കണ്ടിടത്തോളം ഏകദേശം സർജുവിൻ്റെ ഭാഗത്താണ് ന്യായമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഏകദേശം സർജു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വീഡിയോക്ക് അല്ലെങ്കിൽ സർജുവിന് ഉമ്മയും ചെയ്യുന്ന ബീബി ഉമ്മ ചെയ്യുന്ന വീഡിയോക്ക് അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഏകദേശം 42,000 44,000 ഫോളോവേഴ്സ് ആയിരുന്ന സമയത്ത് അവർ ബിഗ് ബോസിലേക്ക് കടന്നു വന്നു. ബിഗ് ബോസിനെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്നു. ആ സമയത്താണ് അവരുടെ വീഡിയോ വൈറലാവുന്നത്. ഏകദേശം ഒരു വീഡിയോ 2-3 മില്യണിന് പുറത്ത് വ്യൂസ് വരുന്നു. അപ്പോൾ അവരുടെ വ്യൂവേഴ്സ് കുത്തനെ ഉയരുകയാണ്. അപ്പോൾ റീച്ചിലേക്ക് പോകുന്നു. അതിനുശേഷം ഇപ്പോൾ 1 ലക്ഷത്തി ചില്ലാണം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായി അവരുടെ ചാനൽ വലുതാവുകയാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ സുഹൃത്തുക്കൾക്ക് തമ്മിൽ അകലം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വൈറലാവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ വേണ്ട വിധത്തിൽ നമ്മുടെ സർജു എന്ന് പറയുന്ന ഈ ബീബി ഉമ്മയുടെ മകൻ പരിഗണിച്ചില്ല എന്നുള്ള ഒരു എന്താ പറയുക, ഒരു വിഷമമാണ് അത് സഹകൂട്ടുകാർ മുതലാക്കി അദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ തമ്മിൽ അടുപ്പിക്കുകയാണ് ശരിക്കും ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം ഒരു കാര്യങ്ങളാണ് ഇവർ തമ്മിൽ പറഞ്ഞു വെക്കുന്നത്. സർജുവിൻ്റെ ഉമ്മൻ്റെ പീഡിയൻ്റെ അടുത്ത് ആൾക്കാർ വന്ന സമയത്ത് എനിക്ക് അറിയുകയില്ല എന്ന രീതിയിൽ ഉമ്മ പറഞ്ഞ് തിരിച്ചയച്ചു എന്നൊക്കെയാണ് നൗഫൽ പറയുന്നത്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു വിശ്വാസയോഗ്യമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ബീബി ഉമ്മ എന്ന് പറയുന്നത് മലയാളികൾക്ക് ഏറെ സന്തോഷം പകർന്ന ഒരുപാട് കോമഡികളും റീൽസുകളും എല്ലാം മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ഉമ്മയാണ്. അവരെ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് ഈ 42,000 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് 1,13,000 14,000 സബ്സ്ക്രൈബേഴ്സ് സെറ്റം ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. ഏതാനും ആഴ്ചകൾ കൊണ്ടാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ അവർക്ക് സാധിച്ചത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് സർജുവിൻ്റെ ഒരു ആക്ടിംഗ് ഒന്നുകൊണ്ടൊന്നുമല്ല, തീർച്ചയായിട്ടും ആ ഉമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെ മലയാളി സമൂഹം ഏറ്റെടുത്തത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഉമ്മ ഏറ്റെടുത്ത ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ അനീഷാണ്. അനീഷിനുള്ള കട്ട സപ്പോർട്ടിലൂടെയാണ് ഇത്രയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂവേഴ്സും അവരുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് സാധിച്ചത്. തീർച്ചയായിട്ടും വലിയ നല്ല ഒരു കൂട്ടുകെട്ടായിരുന്നു ഏതായാലും ഈ സർജുവും അതുപോലെ തന്നെ നൗഫലും ഈ ബീവി ഉമ്മയും തമ്മിലുള്ള ഒരു കോംബോ എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് അവർ തമ്മിൽ ഒരു രമ്യതയിൽ തീർച്ചയായിട്ടും മുമ്പത്തെക്കാട്ടിലും ഉഷാറായിട്ട് വീഡിയോകൾ എടുത്ത് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അത് തന്നെയാണ് വേണ്ടത്. സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് മറ്റൊരു ബന്ധത്തിനേക്കാളും തീർച്ചയായിട്ടും ആയവും അതുപോലെ തന്നെ സ്നേഹവും അതുപോലെ തന്നെ ഊർജ്ജവും പകരുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് സർജു തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നതുവരെ നന്ദി, നമസ്കാരം.